പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഫാത്ത കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒരു കൊടുങ്കാറ്റായിട്ട് ഞാൻ സ്വീകരിച്ച കൂദാശയുടെ അഭിഷേകത്തോട് ചേർന്ന് പരിശുദ്ധ സഭയിൽ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹവും അഭിഷേകവും നിറഞ്ഞ നല്ല ജീവിതത്തിന്റെ ഉടമകളാകുവാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ എല്ലാവരെയും പൊതിയട്ടെ എന്ന് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു നിമിഷത്തെ സ്വന്തമാക്കിക്കൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തെ പരിഹസിച്ച കളിയാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിച്ച മഹാ അത്ഭുതമാണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എഫാത്ത കുടുംബ ഗ്രൂപ്പിലേക്ക് പരിഹാസം നിറഞ്ഞ ചില മെസ്സേജുകള്, സന്തോഷം നിറഞ്ഞ ചില മെസ്സേജുകള്, കളിയാക്കുന്ന ചില മെസ്സേജുകളൊക്കെ കടന്നു വരാറുണ്ട്. ചില ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ചിലർക്ക് തിരിച്ച് മെസ്സേജ് കൊടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ചെറിയ പ്ലേ സ്കൂൾ തുടങ്ങിയിട്ട് ഒത്തിരി ഉത്തരവാദിത്വം നിറഞ്ഞ, ഒത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് ആരാധിച്ച് നല്ലപോലെ ഒരുങ്ങി ഒരു പ്രയർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, ഒരു കള്ളപ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. ചുമ്മാ അങ്ങോട്ടൊരു പ്രയർ ഇട്ടാൽ പോരാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിഷേകം കിട്ടണം. ഇന്ന് ഏറെ ഒരുങ്ങി നല്ലപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ ഒരു സമയം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രയർ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇതിന്റെ മുൻപിലും പിൻപിലും തമ്പുരാന്റെ വലിയൊരു ശക്തി, വലിയൊരു സ്നേഹം നിറഞ്ഞു നിൽപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സന്തോഷം എന്നാന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുഞ്ഞു പിള്ളേർക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു വചനം പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു പരിവർത്തനം, ഒത്തിരി വചനം കേൾക്കുന്നതിലോ അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലോ ഒത്തിരി ജപമാല ചൊല്ലി കൂട്ടുന്നതിലോ ഒന്നുമല്ല ദൈവത്തിന്റെ ആ സ്നേഹം നിറയുന്നത്. നിങ്ങൾ ശിശുക്കളെ പോലെ ആകാൻ ഈശോ പറഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആ ഇഷ്ടത്തിൽ നിൽക്കുമ്പോൾ, അവരുടെ കൂടെ നിറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ആത്മീയ നിറവ്, ഒരു നിർവൃതി, അത് കോടികൾക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹൃദയത്തില് ഒരു സന്തോഷത്തോടു കൂടി ഒന്ന് ആടിപ്പാടാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ ദൈവം തരുന്ന വലിയ നിമിഷത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി സഹനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും എന്നെ നയിക്കുന്ന ഒരു വചനമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ഞാൻ ഒരു 3-4 വർഷം മുൻപ് നമ്മുടെ ചാനലിലേക്ക് ഇട്ട ഒരു പ്രയനാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല വചനത്തെക്കുറിച്ച്. അതിനെ ആശ്രയിച്ച് ജീവിച്ചപ്പോൾ ദൈവം തന്ന വലിയ ഒരു ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ, ഈ ഒരു ആന്റിയുടെ ജീവിതത്തിൽ ഒത്തിരി കടബാധ്യതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ ഈ അമ്മച്ചി ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരനുഭവം കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമാണ് കലിപ്പ് നിറഞ്ഞ ഒരു മെസ്സേജ്. അന്നേരം അത്ര നിമിഷം തന്നെ എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റി. വിളിച്ചപ്പോൾ കോട്ടയംകാരിയാണ് ഈ അമ്മച്ചി, ഒളശ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഈ അമ്മച്ചി 3 മക്കള് ഉള്ള ഒരമ്മച്ചിയാണ്. അമ്മച്ചി മക്കളെ കെട്ടിക്കാനും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ലോൺ എടുത്തിട്ട് കുറച്ച് പൈസ ബാങ്കിൽ ബാലൻസ് അടയ്ക്കാതെ, അത് കിടന്ന പേരിക്ക് നമുക്കറിയാം, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസ അവര് പല രീതിയിൽ ടാക്സ് ആയിട്ടൊക്കെ എഴുതി തള്ളും. പക്ഷെ നമ്മൾക്ക് ബാങ്കുകാർ തരാനുള്ള, നമ്മൾ ബാങ്കുകാർക്ക് കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ അതിന് പലിശയുടെ പലിശയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും, ഒരു മുതൽക്കൂട്ടായിട്ട്. ലാസ്റ്റ് വരുമ്പോഴാണ് ഇവർ നോട്ടീസുമായിട്ട് വരുന്നത്. അങ്ങനെ ഈ അമ്മച്ചിയുടെ ജീവിതത്തിലെ ജപ്തി നോട്ടീസ് വന്നപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായി. ഈ ജപ്തി നോട്ടീസ് വരുമെന്നൊക്കെ പേര് കേട്ടപ്പോൾ അമ്മച്ചി കഥകയിൽ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എന്നിട്ട് ഒന്നും ദൈവം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് എന്നെ ദേഷ്യത്തോടു കൂടി എന്നെ വിളിച്ച് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്ത്, ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അതിനൊക്കെ ഞാനും ആദ്യം ദേഷ്യപ്പെട്ടു. മാനുഷിക രീതിയിൽ ഞാനും ഇടപെട്ടു. അത് കഴിഞ്ഞ് അമ്മച്ചിക്ക് വേണ്ടി കർത്താവ് തന്നൊരു വചനം ഇതാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 141-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. അപ്പൊ എനിക്ക് സംഭവം പിടികിട്ടി. കാരണം ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാത്തതെന്ന്. ഈ വചനം മനുഷ്യരുടെ കണ്ണില് പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണില് അസാധ്യമെന്ന് തോന്നുന്നത് പലപ്പോഴും സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതം നമുക്ക് പറ്റത്തില്ല ഒന്നും. ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ 8 ലക്ഷം രൂപ അമ്മച്ചിക്ക് സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം 79 വയസ്സുള്ള അമ്മച്ചിയാണ്, സഹായിക്കാൻ ആരുമില്ല, മക്കളൊക്കെ കൈയൊഴിഞ്ഞു, വേറെ ഭർത്താവില്ല, അമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഈ വീട്ടിൽ നിരക്ക് വിട്ട് അമ്മച്ചിക്ക് പോകാൻ വേറെ ഇടയില്ല. ഈ ഒരു അവസ്ഥയിൽ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്.
അമ്മച്ചി അത്ഭുതകരമായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിറങ്ങി അമ്മച്ചിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത്. ആ ഒരു സ്നേഹമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വചനത്തിന്റെ കറക്റ്റ് യഥാർത്ഥമായിട്ടുള്ള ഒരു അത്ഭുതം ഇതാണ്. കാരണം ഈ വാക്ക്, അതായത് ഈ ഒരു പദം ഇങ്ങനെയാണ്. ഗ്രീക്ക് പദത്തിന് പകരമാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചൊല്ല് എന്നൊക്കെ അർത്ഥം വരാം ഇതിന്. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം അഭിഷേകത്തോടു കൂടി ബൈബിളില് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് മനുഷ്യരുടെ കണ്ണിൽ പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവം പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളയോ കാര്യങ്ങൾ ഒരു സ്ഥലത്തും ആർക്കും ഇതുവരെ സാധിക്കാതിരുന്നിട്ടില്ല. നമുക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്ന നന്മകള് ഒരിക്കലും ആര് തടഞ്ഞാലും അത് തടയാനും പറ്റില്ല. ഇതിന്റെ യഥാർത്ഥമായ കാര്യം ഇതാണ്. നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു സാധനമുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ കൽപ്പനകള് പറഞ്ഞിട്ടുണ്ട് തമ്പുരാന്റെ മുമ്പില്. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും, ഒരു വള്ളി പുള്ളി തെറ്റാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു സാധനമാണ് അമ്മച്ചിക്ക് കിട്ടിയ ഒരു വചനം. സങ്കീർത്തനം 141:3. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് നാവ്. ആ നാവാണ് തീ പോലെ കത്തിപ്പടരുന്നത്. ആ നാവ് കൊണ്ട് നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ നാവ് കൊണ്ട് പലപ്പോഴും തമ്പുരാന്റെ മുൻപിൽ മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് എത്ര കൊന്ത് ചെല്ലുന്ന പോലും അറിയില്ല. അതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അധികം അത്രയും ചെല്ലാൻ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. എങ്കിലും എൻ്റെ ജീവിത പ്രവൃത്തിയുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥനാപൂർവ്വമാണ് മുന്നോട്ട് പോകുന്നത്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പൊ ഇന്ന് ഈ വചനത്തിന്റെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യം സാധിച്ച് സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്താണ് തമ്പുരാന്റെ മുൻപിൽ സലണ്ടർ ആക്കേണ്ടത്? നമ്മുടെ നാവിന്റെ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ നിശ്ചയിച്ച് പറയുന്ന നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്ന നമ്മുടെ ആ നാവിന്റെ കുറവുകള്, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെന്നില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കി തരുന്നത്. ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ബൈബിളിലെ ദൈവത്തിന്റെ ഏറെ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളും സമാനമായ പ്രയോഗങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അബ്രഹാത്തിന്റെ സാറായും ഉൾപ്പെടുന്ന ആ ഒരു സംഭവം. അത് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സാറായ്ക്ക് കുട്ടികളില്ലായിരുന്നു. വാർദ്ധക്യത്തില് ആ സമയത്ത് സാറ ഗർഭിണിയാകുമെന്ന് ദൈവം തമ്പുരാൻ ദൂതനിലൂടെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, യഹോവയ്ക്ക് അസാധ്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഉൽപ്പത്തി 18-ാം അധ്യായത്തില് 13-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാകും. ഇനി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് നോക്കാം. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നമ്മുടെ ഗോത്രപിതാവ് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഉദ്ദേശിക്കുന്നതൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല. പറ്റും. ഈശോയുടെ ശിഷ്യന്മാര് സംശയിച്ചൊരു ഭാഗമുണ്ട് മത്തായിയുടെ സുവിശേഷത്തില് 19-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനത്തില്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇങ്ങനെ പല ഭാഗങ്ങളും നമ്മൾ ബൈബിളിൽ വായിക്കാറുണ്ട്. ഇന്ന് നമ്മൾ എടുക്കേണ്ട വചനം മത്തായി 19:26. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സാറായുടെ അബ്രഹാത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി ഈ വചനം പറയുമ്പോൾ, ഈ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത്, ഭീമമായ കടം അല്ലെങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സാധ്യമാണ്. പക്ഷെ നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ, മാറ്റിവെക്കണം. നമ്മളുള്ള ദുശീലങ്ങള്, നമ്മുടെ കുറവുകള്, നമ്മുടെ നിറവുകളാക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം നിറവുള്ള തമ്പുരാന്റെ സ്നേഹം നിറയണമെങ്കിൽ ഈ ഒളശക്കാരി അമ്മച്ചിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതം ഇതാണ്. ആ അമ്മച്ചി നല്ലതുപോലെ കുമ്പസാരിച്ചൊരുങ്ങി ആ നാവിന്റെ അശുദ്ധി മാറ്റാമെന്നൊരു തീരുമാനം തമ്പുരാന്റെ മുൻപിൽ എടുത്തു. മറ്റുള്ളവരെ കുറ്റം പറയുന്നതും പ്രാകുന്നതും ദൈവനിഷേധം പറയുന്നതും വചനത്തെ പുച്ഛിച്ചു തള്ളുന്നതുമായ പല നിമിഷങ്ങൾ അമ്മച്ചിക്കുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയപ്പോൾ ഈ അമ്മച്ചിയുടെ കടബാധ്യതകള് ഏറ്റെടുക്കാനായിട്ട് മക്കൾ സന്നദ്ധരായി. അമ്മച്ചിയുടെ കടം വീട്ടിയെടുത്തു. ഇന്ന് അമ്മച്ചി ഏറെ സ്നേഹത്തോടെ ഇപ്പൊ എന്നെ ശല്യം ചെയ്യുന്ന അമ്മച്ചിയുടെ വീട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് എഫാത്ത ഗ്രൂപ്പിന് വേണ്ടി തരാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ട് എനിക്ക് അസാധ്യമായത് ദൈവം എന്തുകൊണ്ടാണ് സാധ്യമാക്കി തരാത്തത്? ഇന്ന് ഏറെ സ്നേഹത്തോടെ നമുക്ക് എടുക്കാം. എൻ്റെ നാവിന്റെ നിയന്ത്രണം,
ആ നാവിന്റെ അശുദ്ധി മാറാനായിട്ട് ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലതുപോലെ കുമ്പസാരിച്ച് ഒരുങ്ങി ഈ ഒരു വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളതെല്ലാം സാധ്യമാക്കി തരാൻ ദൈവത്തിന് പറ്റും. കർത്താവെ, എൻ്റെ അതര കവാടത്തിന് കടിഞ്ഞാനിടണമേ, എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ, എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് നിറച്ചു തരണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമാതാവേ, എൻ്റെ ദൈവമേ, ഈ വീടിനെയും എൻ്റെ വീടിനെയും പുരയിടത്തെയും ജോലി മേഖലകളെയും വരുമാന മേഖലയെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പഴയകാല പാപങ്ങള് ക്ഷമിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിന്റെ സ്നേഹം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.